അധ്യായം 18. സമയത്തെ ലാഭമാക്കി മാറ്റാം. മുന്നോട്ടു പോകാൻ തയ്യാറാണോ? ചിരിച്ചു കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു. തീർച്ചയായും, ഞാൻ ആവേശത്തോടെ പറഞ്ഞു. നമ്മുടെ സ്പീഡപ്പ് പ്രൊഡക്ടിവിറ്റി തത്വം യാഥാർത്ഥ്യമാക്കാനുള്ള ചവിട്ടുപടികളാണ് സിക്യൂബ്ഡ്. എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും നല്ല വശങ്ങൾ സമന്വയിപ്പിച്ച് തയ്യാറാക്കിയതാണ് അവ. മാത്രമല്ല, നമ്മുടെ പ്രൊഫഷണൽ ഗോളുകൾക്കൊപ്പം വ്യക്തിഗതവും ആന്തരികവുമായ ലക്ഷ്യങ്ങൾ കൂടി നേടാൻ സഹായിക്കുന്ന മാർഗമാണ് സിക്യൂബ്ഡ്. ഇതിൽ 3 ലളിതമായ സ്റ്റെപ്പുകളാണുള്ളത്: ക്യാപ്ചർ, ക്ലാരിഫൈ, കംപ്ലീറ്റ്. ദിവസവും നിങ്ങളുടെ തലയിലേക്ക് ഒരുപാട് ആശയങ്ങൾ വരുന്നു, ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നു. ഇവയെല്ലാം തലയിൽ അതുപോലെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അവയെ തലയിൽ നിന്ന് മാറ്റിക്കളയണ്ടേ? ഇതുവരെ ഒന്നും ചെയ്യാത്ത ആക്ഷനുകളെയും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുന്നതാണ് ക്യാപ്ചർ. നിങ്ങളുടെ ആന്തരിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണിത്. ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് നീളുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്ന് നാം കരുതും. പക്ഷേ ഇവ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മാനസികോർജം കൊള്ളയടിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നല്ലേ? നിങ്ങളുടെ തലയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ 24 മണിക്കൂറും നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങൾ അറിയാതെ അവ എങ്ങനെ ചെയ്തു തീർക്കണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് നിങ്ങളുടെ ഊർജം സ്ഥിരമായി ചോർത്തിക്കളയും. ഈ അവസ്ഥയുടെ സാങ്കേതികമായ പേര് വ്യാകുലത എന്നാണ്. നിങ്ങൾ നല്ലൊരു ശതമാനം സമയം വ്യാകുലതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്കണ്ഠയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടും. വ്യാകുലത കൂടി ഉത്കണ്ഠയായി മാറുമെന്ന് സാരം. ഞാനിപ്പോൾ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. കാരണം ഞാൻ അതിൽ അത്രയ്ക്ക് വിദഗ്ധയാണ്. ഒരേ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പ്രത്യേക കഴിവാണ്. ഞാൻ കൈപൊക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ഭൂമി കുലുക്കത്തിൽ 50,000 പേർ മരിച്ചതിനെ ഓർത്ത്, സുനാമിയിൽ 2.3 ലക്ഷം പേർ മരിച്ചതിനെ ഓർത്ത്, എല്ലാ വർഷവും 31 ലക്ഷം കുട്ടികൾ പട്ടിണിയിൽ മരിക്കുന്നത് ഓർത്ത് അവസാനമായി നീ എപ്പോഴാണ് വ്യാകുലപ്പെട്ടിട്ടുള്ളത്? എന്റെ അർജുൻ, ഞാൻ എപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ്. അർജുൻ പറഞ്ഞ ദുരന്തങ്ങളും പട്ടിണി മരണങ്ങളും ഒക്കെ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അവരോട് എനിക്ക് കരുതലുണ്ട്. എന്ന് വെച്ച് ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും ഓർത്ത് വിഷമിക്കാറൊന്നുമില്ല. നീ മറ്റുള്ളവർക്ക് കരുതൽ കൊടുക്കുന്നവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കാൻ തയ്യാറായതും. പക്ഷേ എപ്പോഴാണ് നീ അവസാനമായി ഇത് ഓർത്ത് ഉറങ്ങാതെ ഇരുന്നിട്ടുള്ളത്? അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? കാരണം ഞാനൊരു സ്വാർത്ഥയാണ്. എപ്പോഴും എന്റെ നിർഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിക്കുന്ന സ്വാർത്ഥ. അല്ല, അതുകൊണ്ടല്ല. കാരണം അവ നിന്റെ തലയിലുള്ള കാര്യങ്ങളല്ല, തലയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. തലയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിനും പുറത്താണ്. അത് മറ്റൊരാളുടെ പ്രശ്നമാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെയല്ലേ? നിന്റെ തലയിലുള്ള പ്രശ്നങ്ങൾ തലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാനസിക സമ്മർദ്ദം ഇല്ലാതാകുന്നു. അതിനുള്ള മാർഗമാണ് 1ാമത്തെ സ്റ്റെപ്പായ ക്യാപ്ചർ. അതാണ് ആർക്കിമിഡീസ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഗ്നനായി റോമാ നഗരത്തിലെ തെരുവു വീഥികളിലൂടെ ഓടിയത്. അർജുൻ വിശദീകരിച്ചു. സമ്മർദ്ദം അകറ്റുന്നതിന്റെ ഭാഗമായി എല്ലാം തലയിൽ നിന്ന് കളയാനായി ഞാനും തുണിയില്ലാതെ ഓടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന്റെ അയൽക്കാർക്ക് നല്ലൊരു കാഴ്ചയായിരിക്കും. അതിലും നല്ലത് തലയിലേക്ക് വരുന്ന ആശയങ്ങൾ എവർനോട്ട് പോലെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ കുറിച്ചിടുന്നതല്ലേ? അങ്ങനെ ചെയ്താൽ പോരെ? ഞാൻ ചോദിച്ചു. അമേരിക്കൻ കൊമേഡിയനായ ജെറി സൈൻഫീൽഡ് തന്റെ മനസ്സിലേക്ക് വരുന്ന ഓരോ തമാശയും പേപ്പറിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഓരോ ആശയങ്ങളും തലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിജീവിയെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രധാന മാർഗം. ജെറിയെ ലോകത്തിലെ ആദ്യത്തെ കൊമേഡിയൻ ബില്യനിയർ ആകാൻ സഹായിച്ചതിന് പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തരാം. പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടതില്ലാത്ത ആശയങ്ങൾ പകർത്താൻ എവർനോട്ട് വളരെ നല്ലൊരു മാർഗമാണ്. ഇത്തരം ഒരുപാട് ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. സ്ഥിരമായി ഒന്ന് തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. 1 മുതൽ 3 വർഷത്തിനിടയിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ മാറ്റിക്കൊണ്ടിരിക്കാം. നിങ്ങൾ 2 ക്യാപ്ചർ ലിസ്റ്റുകൾ തയ്യാറാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരെണ്ണം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ളതും മറ്റേത് വ്യക്തി ജീവിതത്തിന് വേണ്ടിയുള്ളതും. ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റുകൾ,
ആശയവിനിമയങ്ങൾ എന്ന് തുടങ്ങി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞു. വളരെ നല്ല കാര്യമാണിത്. ക്യാപ്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം, അതായത് ക്ലാരിഫൈ. സി ക്യൂട്ടിന്റെ നട്ടെല്ലാണ് ക്ലാരിഫൈ. നിങ്ങൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത ആശയങ്ങളും ആക്ഷനുകളും സംസ്കരിച്ചെടുക്കുകയും അടുത്തതായി എടുക്കേണ്ട ഇന്റലിജന്റ് ആക്ഷൻസ് എന്താണെന്ന് തീരുമാനിക്കുകയുമാണ് ക്ലാരിഫൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ലാരിഫൈ ചെയ്യാതിരുന്നാൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഇച്ഛാശക്തിയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്നത് വഴി ഇച്ഛാശക്തിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്നതിലൂടെ മനസ്സ് ജോലിഭാരം കൊണ്ട് തളരുന്ന അവസ്ഥ കുറയ്ക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ക്ലാരിറ്റി ഇല്ലാത്തതാണ്. ക്ലാരിഫൈ ചെയ്യാനുള്ള സമയമില്ലെന്ന് ചിലർ എന്നോട് പറയാറുണ്ട്. സമയമില്ലെങ്കിൽ നിങ്ങളിത് തീർച്ചയായും ചെയ്യണമെന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. അതായത് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ 30 മിനിറ്റ് സമയം ചിലവഴിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും അവർ മനസ്സിൽ ക്ലാരിഫൈ ചെയ്തുകൊണ്ടും വിഷമിച്ചുകൊണ്ടും ഇരിക്കും. എങ്കിൽ അവർക്ക് തീർച്ചയായും സമയമുണ്ടാകില്ല. ഞാൻ ചിരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനും ഒന്നുമില്ല. ഇങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ ക്യാപ്ചർ ചെയ്ത ആദ്യത്തെ ആശയം എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ചോദിക്കുക, ഇതിലൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഉണ്ടോ? റിസൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂടുതൽ ലാഭമോ കൂടുതൽ നേട്ടമോ ലഭിക്കാൻ സഹായിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ആ ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതോ ആയ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണ് റിസൾട്ട്. ലാഭമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടമോ ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ല. റിസൾട്ട് ഇല്ലാത്ത ആശയമാണ് അതെങ്കിൽ അത് ചവിട്ടുകുട്ടയിലിടാം. അർജുൻ തന്റെ ഐപാഡ് തുറന്ന് എന്റെ നേരേക്ക് തിരിച്ചു വെച്ചു. ഞാൻ അതിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രം പരിശോധിച്ചു. ഇത് റിസൾട്ട് തരുന്ന കാര്യമാണോ? ഈ ചോദ്യം റിസൾട്ട് തരാത്ത എല്ലാറ്റിനെയും മാറ്റിക്കളയും. നിങ്ങളുടെ മനസ്സാകുന്ന പൂന്തോട്ടത്തിൽ നിന്ന് പ്രയോജനം ചെയ്യാത്ത എല്ലാ കളകളെയും അത് പറിച്ചു കളയും. അങ്ങനെ റിസൾട്ട് തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങും. ഇവ നിങ്ങൾക്ക് വേണ്ടി മുൻഗണനാക്രമത്തിൽ അടുക്കി കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഫലത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്ന് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായി എന്താണ് ഇത് ചെയ്യാനുള്ളത്? അർജുൻ ചോദിച്ചു. അത് ചെയ്യാനായി ഏറ്റവും കാര്യക്ഷമമായ മാർഗം തിരഞ്ഞെടുക്കും. അത് തന്നെ. ഇത് ചെയ്യേണ്ടത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ എന്താണ്? ഈ ചോദ്യം എന്താണ് ചെയ്യുന്നതെന്ന് പറയാമോ? ഇന്റലിജന്റ് അല്ലാത്തതും പ്രൊഡക്റ്റീവ് അല്ലാത്തതുമായ ആക്ഷനുകളെ ആ ചോദ്യം നീക്കം ചെയ്യും. അങ്ങനെ ആ കളകളും പോയി കിട്ടും. അർജുൻ പറയുന്നതെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. ഇവിടെ നിങ്ങൾ സ്വാഭാവികമായി പരീറ്റു തത്വം ഉപയോഗിക്കുകയാണ്. 80% റിസൾട്ട് വരുന്നത് 20% ആക്ഷനുകളിൽ നിന്നാണ്. നിങ്ങളുടെ പൂന്തോട്ടത്തിലെ കളകളെ വെട്ടിക്കളഞ്ഞുകൊണ്ട്, അതായത് അനാവശ്യമായ എല്ലാ ആക്ഷനുകളെയും മാറ്റിക്കളഞ്ഞുകൊണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓർക്കുക. 2 തരം ഇന്റലിജന്റ് ആക്ഷനുകളേ ഉള്ളൂ. ഉയർന്ന ലാഭം തരുന്ന ആക്ഷനുകൾ, അല്ലെങ്കിൽ സമൂഹത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ആക്ഷനുകൾ. ഈ ആക്ഷൻ നിങ്ങൾക്ക് 3 മിനിറ്റ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചാലോ? അതുകൊണ്ടാണ് എപ്പോഴും ഇത് 3 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന മൂന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത്. അതിന് സാധിക്കുമെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്തിട്ട് അത് പൂർത്തിയാക്കിയതായി അടയാളപ്പെടുത്തുക. പ്രാധാന്യമുള്ള റിസൾട്ട് കിട്ടുന്ന ഇന്റലിജന്റ് ആക്ഷൻ 3 മിനിറ്റ് കൊണ്ടോ അതിന് താഴെയുള്ള സമയം കൊണ്ടോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുകയാണ്. എന്തുകൊണ്ട് 3 മിനിറ്റ്? എന്താണ് 3 മിനിറ്റിന്റെ പ്രത്യേകത? നല്ല ചോദ്യം. ഇതാണ് ഇതിന് കാരണം. ജോലിയുടെ ഇടയിൽ വരുന്ന ഒരൊറ്റ തടസ്സം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഏകദേശം 30 മിനിറ്റ് ആണ്. നിങ്ങൾ എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായാൽ സാധാരണഗതിയിൽ മുഴുവൻ ശ്രദ്ധയിലേക്ക് തിരിച്ചു വരാൻ വേണ്ട സമയം 15 മുതൽ 30 മിനിറ്റ് വരെയാണ്. മിക്ക ആളുകൾക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ജോലിയുടെ ഇടയ്ക്ക് വെച്ച് 3 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ജോലി ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് തടസ്സമുണ്ടാകും.
പക്ഷെ 3 മിനിറ്റ് എന്ന കുറഞ്ഞ സമയം കൊണ്ട് ഫോക്കസ് നഷ്ടപ്പെടില്ല. ആ 3 മിനിറ്റിന് ജോലിക്ക് ശേഷം എളുപ്പത്തിൽ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ ആദ്യത്തെ ജോലിയിലേക്ക് തിരിച്ചു വരാം. അതാണ് 3 മിനിറ്റിന്റെ പ്രസക്തി അല്ലേ? ഞാൻ ചോദിച്ചു. അതെ. ഇനി അടുത്തതായി വളരെ പ്രാധാന്യമുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഇന്റലിജന്റ് ആക്ഷൻ നിങ്ങൾക്ക് 3 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നിരിക്കട്ടെ. അപ്പോൾ ചോദിക്കേണ്ടത് ഈ ചോദ്യമാണ്: ഇത് എനിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് അതുവഴി നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യമുള്ള റിസൾട്ടിന് വേണ്ടി ജോലി ചെയ്യാനാകും. മറ്റൊരാൾക്ക് ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായ വ്യക്തതയോടെ എന്ത് റിസൾട്ടാണ് കിട്ടേണ്ടത് എന്ന് അവരോട് കൃത്യമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അവർ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങൾ റിസൾട്ടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടതാണെങ്കിലോ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതാണെങ്കിലോ അത് കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെരയ്ക്ക് തീ പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വാഴ വെട്ടണം. അർജുൻ പൊട്ടിച്ചിരിച്ചു. തീ പിടിക്കുന്ന അടിയന്തര കാര്യങ്ങളാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങളോ നിങ്ങളുടെ ടീമോ എത്രയും വേഗം തീ അണയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ചുകൂടി സാവകാശമുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ അവസാന തീയതി കൊടുത്ത് അതിനനുസരിച്ച് ആവശ്യമായ തുടർ നടപടികൾ എടുത്ത് അത് സമയത്ത് തന്നെ പൂർത്തിയാക്കുക. ഇനി അടിയന്തരാവസ്ഥ 10-ൽ 10 നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരും കൂടി ആ തീ കെടുത്തണം. ക്ലാരിഫൈയുടെ ഏറ്റവും മനോഹരമായ പ്രയോജനം എന്താണെന്ന് അറിയാമോ? ക്ലാരിഫൈ ചെയ്താൽ അവസാനം ഇത്തരത്തിൽ ഓടി നടന്ന് തീ അണയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാകണമെന്നില്ല. ജോലികളെല്ലാം സമയത്ത് തന്നെ തീരും. അർജുൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിച്ചു. നിങ്ങൾ എപ്പോഴും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ അതിനടിമയെ മാറും. നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും അഡ്രിനാലിൻ എന്ന ഹോർമോൺ പ്രവഹിച്ചുകൊണ്ടിരിക്കും. എന്തോ ചെയ്യാനുണ്ടല്ലോ എന്ന തിടുക്കം എപ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും: ഈ തീയണയ്ക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല, ഞാനില്ലാതെ ഒരു കാര്യവും നടക്കില്ല. എന്നാൽ നിങ്ങൾ എത്രമാത്രം ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാകുന്നുവോ അത്രത്തോളം അടിയന്തര കാര്യങ്ങളും കുറയും. പതിയെ അവയിൽ ഒരെണ്ണം പോലും ഇല്ലാതെ ആകും. പലപ്പോഴും തിടുക്കം കാണിക്കുന്നത് ഒരു കയ്യിൽ പെട്രോളും മറ്റേ കയ്യിൽ തീയണയ്ക്കാനുള്ള വെള്ളവും പിടിക്കുന്നത് പോലെയാണ്. പെട്രോൾ വെച്ച് കത്തിച്ചിട്ട് നമ്മൾ തന്നെ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ച് തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ ദൈവമേ, ഇപ്പോൾ എനിക്ക് ഞാൻ ചെയ്ത അബദ്ധങ്ങൾ മനസ്സിലാകുന്നു. ഞാൻ ഒരു നിമിഷം എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി. അതെ, കാരണം നീ അടിയന്തരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധയാണ്. ചുറ്റിക ഉപയോഗിക്കാൻ വിദഗ്ധയാണവൾ. എവിടെയും ആണി മാത്രമേ കാണൂ. എനിക്ക് ഏതായാലും ഇതിന്റെ പിന്നാലെ നടക്കേണ്ട. എനിക്ക് കൂടുതൽ പണി ഉണ്ടാക്കാൻ ഞാനില്ല. ഇത്തരം ചെറിയ ചെറിയ അടിയന്തര സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ പരിഹരിക്കാനായി എപ്പോഴും പൊങ്ങി വന്നുകൊണ്ടിരിക്കാറുണ്ട്. എന്നാൽ ഞാൻ തന്നെയായിരുന്നു അവയെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് എന്ന് ആരറിഞ്ഞു? ജോലികൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതിലേക്ക് വരാം. ഒരിക്കൽ ജോലി മറ്റുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലിയെ ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് എന്ന വിഭാഗത്തിലേക്ക് മാറ്റാം. ഈ ജോലി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗത്തിലേക്ക്, ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന വിഭാഗത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ ഏതാണെന്ന് തീരുമാനിച്ച ശേഷം നിങ്ങളുടെ അടുത്ത സൗകര്യമുള്ള സമയത്തേക്ക് ചെയ്യാനായി അത് ഷെഡ്യൂൾ ചെയ്യാം. കേട്ടിട്ട് കൊള്ളാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ ഇതിൽ കുറേയേറെ സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് തോന്നാം. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കുക: ഒരാഴ്ച കൊണ്ട് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായി നിന്റെ മനസ്സിലേക്ക് കയറും. ഒരു ആശയം ക്യാപ്ചർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായി മനസ്സിലേക്ക് വരും. അതിനുശേഷം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വണ്ടിയുടെ ഗിയർ മാറ്റുന്നത് പോലെ. ഓരോ ആശയവും ഇങ്ങനെ എടുത്ത് ക്ലാരിഫൈ ചെയ്യുക. എല്ലാ ദിവസവും ഇത്തരത്തിൽ ക്ലാരിഫൈ ചെയ്യുന്നതിനായി കുറച്ച് സമയം ചെലവഴിക്കുക. അർജുൻ തുടർന്നു. അടുത്തത് അവസാനത്തെ സ്റ്റെപ്പായ കംപ്ലീറ്റ് ആണ്. ഇതിലുള്ളത് അടുത്ത ഇന്റലിജന്റ് ആക്ഷനുകൾ ചെയ്യുക എന്നതും ഇമ്പോർട്ടൻറ്റ് ഫോളോ അപ്പ് വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഏതുവരെയായി എന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതുമാണ്. ഫ്ലോ ടൈമിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ തടയുന്ന അനാവശ്യമായ ഒരു അലേർട്ടുകളും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
നിങ്ങളുടെ ഇമെയിൽ, സോഷ്യൽ മീഡിയ അലർട്ടുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഫോൺ സൈലന്റ് മോഡിലിടുക. ഈ സമയത്ത് ഒരു ഫോൺ കോളും എടുക്കരുത്. നിങ്ങളുടെ വീടിന് തീ പിടിച്ചോ എന്നറിയാൻ വോയിസ്, ടെക്സ്റ്റ് മെസ്സേജുകൾ എന്നിവ മാത്രം പരിശോധിക്കാം. എന്നാൽ അത്ര അടിയന്തരമല്ലാത്തൊരു മെസ്സേജിനും ഈ സമയത്ത് മറുപടി കൊടുക്കരുത്. നിങ്ങളുടെ ഫ്ലോ ടൈമിന് ശേഷം മാത്രം നിങ്ങളുടെ ഓഫീസിലുള്ളവരോടും കുടുംബത്തോടും ആശയവിനിമയം നടത്താം. ഉച്ച കഴിയുമ്പോൾ മാത്രമേ ഇമെയിൽ നോക്കൂ എന്നും അത്യാവശ്യമാണെങ്കിൽ മെസ്സേജ് അയക്കാമെന്നും അവരോട് പറയുക. എല്ലാ 3 സെക്കൻഡ് വീതവും നമുക്ക് അലർട്ടുകൾ വരുമെന്നാണ് ഏകദേശ കണക്ക്. ഇത്തരത്തിൽ ഓരോ 3 സെക്കൻഡിലും നിങ്ങളെ ശല്യം ചെയ്യരുതെന്ന് ഇതുവഴി അവരെ പരിശീലിപ്പിക്കാം. ആർക്കെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അവരോട് ഉച്ച കഴിയുന്നത് വരെ കാത്തു നിൽക്കാൻ വരുന്ന കാര്യമാണോ എന്ന് ചോദിക്കാം. ഇതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായ ജോലിയിലാണ്, 3/4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഫ്രീ ആകുമെന്ന് പറയാം. അവർക്ക് അതും കാത്തു നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമാകാം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ മുൻഗണനകളെ മാനേജ് ചെയ്യാൻ അറിയാത്തതാകാം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന രീതിയിൽ 45 മിനിറ്റ് നേരത്തേക്ക് സമയം തീരുമാനിക്കുക. ഈ സമയത്ത് അതല്ലാതെ മറ്റൊരു കാര്യവും ചെയ്യരുത്. അതിനുശേഷം എല്ലാ 15 മിനിറ്റ് നേരത്തും ഉന്മേഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആശയക്കുഴപ്പത്തിലായി. നിങ്ങളുടെ ഫ്ലോ ടൈം രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്നു. 45 മിനിറ്റ് നേരത്തേക്ക് ഒരു ടൈമർ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിലെ അടുത്ത ഇന്റലിജന്റ് ആക്ഷന് വേണ്ടി ജോലി ചെയ്യുക. അത് മാത്രമേ ആ സമയത്ത് ചെയ്യാവൂ. അതായത് നമ്മൾ 45 മിനിറ്റ് നേരത്തേക്ക് ടൈം ബോക്സിംഗ് ചെയ്യുകയാണ്. 45 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ് നേരത്തേക്ക് ഉന്മേഷം വീണ്ടെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവുമാകാം. ഓഫീസിനുള്ളിൽ കൂടി ഒന്ന് നടക്കാം, വെള്ളം കുടിക്കാം, ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഫോൺ പരിശോധിച്ച് അത്യാവശ്യ സന്ദേശങ്ങൾ അയക്കാം. സമയം കൃത്യമായി പാലിക്കാൻ ടൈമർ വെക്കുന്നത് നല്ലതാണ്. 10 മണി മുതൽ 10:45 വരെയുള്ള സമയത്തും ഇത് തന്നെ ആവർത്തിക്കാം. വീണ്ടും 15 മിനിറ്റ് ബ്രേക്ക്. മൂന്നാമത്തെ ഫ്ലോ ടൈമിന് ശേഷം ഉന്മേഷം ലഭിക്കുന്നതിനായി ആവശ്യമെങ്കിൽ കൂടുതൽ സമയമെടുക്കാം. സാധാരണ ഒരാൾ 8 മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന ജോലികൾ ഈ 3 മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് വിജയകരമായി ചെയ്തു തീർക്കാനാകും. അതാണ് ഫ്ലോ ടൈം അഥവാ സിംഗിൾ ടാസ്കിന്റെ ശക്തി. ആഹാ, നാളെ മുതൽ ഞാൻ ഉച്ചവരെ ജോലി ചെയ്യും. അതായത് ഞാൻ 45 മിനിറ്റ് നേരം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യണം. 15 മിനിറ്റ് ബ്രേക്ക്. ഇത് ആവർത്തിക്കുക. അതെ, അത്രേ ഉള്ളൂ, അർജുൻ പറഞ്ഞു. ഇത് കാര്യക്ഷമതയില്ലാത്ത ആളുകളെയും അതിയായ കാര്യക്ഷമതയുള്ള ആളുകളാക്കി മാറ്റും. എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ കൃത്യമായി പൂർത്തിയാക്കാനും റിസൾട്ട് നേടാനും കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് സ്റ്റെപ്പുകൾ മൂല്യവത്തായി മാറുകയില്ല. അവസാനം സമയങ്ങൾ തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത്. അതായത് 45 മിനിറ്റ് ബ്രേക്കും 15 മിനിറ്റ് ഫ്ലോ ടൈമും ആകരുത്. അത് പറയുമ്പോൾ അർജുന്റെ ചുണ്ടിൽ ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തേനെ, കണ്ണിറുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പൂർണ്ണതയെക്കുറിച്ച് മറന്നേക്കുക. മെച്ചപ്പെട്ട രീതിയിൽ സമയത്ത് ചെയ്യാൻ മാത്രം ശ്രദ്ധിക്കുക. തൽക്കാലം പെർഫെക്ഷന്റെ കാര്യം വിടാം. പിന്നീട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്ന് ആദ്യത്തെ റിസൾട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിനെ വിശിഷ്ടമാക്കി മാറ്റാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇനി നമുക്ക് അവസാന സ്റ്റെപ്പ് തീർക്കാം. അതിലേക്ക് പോയാലോ? തീർച്ചയായും, ഞാൻ അദ്ദേഹത്തോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു. വൈകുന്നേരമായി. എനിക്ക് അപ്പാർട്ട്മെന്റിൽ എത്തുന്നതിന് മുൻപ് ജിമ്മിൽ പോകാനുണ്ട്. അതെ, അന്ന് പാർക്കിൽ വെച്ച് അർജുനൊപ്പം നടന്നപ്പോൾ ഞാൻ കിതച്ചില്ലേ? അതേ അർജുൻ എന്നെ കളിയാക്കിയതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്. എന്റെ മൊത്തത്തിലുള്ള വിജയത്തിൽ ആരോഗ്യത്തിനും ഫിറ്റ്നസിനും വളരെ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ സമയത്തെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന 3 ബെസ്റ്റ് പ്രാക്ടീസ് കൂടി പറഞ്ഞ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബെസ്റ്റ് പ്രാക്ടീസ് നമ്പർ 1, റിസൾട്ട് ഭാവനയിൽ കാണുക. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ വിഷൻ മനസ്സിൽ കാണുകയും ലളിതമായ ഈ 3 ചോദ്യങ്ങൾ ദിവസത്തിന്റെ അവസാനം സ്വയം ചോദിച്ച് ഉത്തരം പറയുകയും ചെയ്യുക. നാളെ എന്റെ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്? എന്തുകൊണ്ടാണ് അതെന്റെ ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടതായത്? അത് നേടുന്നതിനുള്ള എന്റെ അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ ഏതാണ്? ഒരിക്കൽ നിങ്ങൾ ആ ഇന്റലിജന്റ് ആക്ഷനുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ
അവ നിങ്ങളുടെ അടുത്ത ദിവസത്തെ കലണ്ടറിൽ ഫ്ലോ ടൈമിലേക്ക് ഷെഡ്യൂൾ ചെയ്യും. ഇതേ ചോദ്യം തന്നെ നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തെക്കുറിച്ചും ചോദിക്കുക. നാളെ എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും വലിയ നേട്ടം എന്തായിരിക്കണം? നാളത്തെ ദിവസം അവസാനിക്കുമ്പോൾ എനിക്ക് നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്താണ്? അതിലേക്ക് എത്താനുള്ള അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ ഏതാണ്? ഒരിക്കൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അവ നിങ്ങളുടെ കലണ്ടറിലേക്ക് ഷെഡ്യൂൾ ചെയ്യുകയും അവ നിങ്ങൾ പൂർത്തിയാക്കുന്നതിനായി മനസ്സിൽ കണ്ട് അത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. നിങ്ങൾ അതിനായി 5 മുതൽ 15 മിനിറ്റ് നേരം ചിലവഴിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ ഒട്ടും വേണ്ട. ഇത് എല്ലാ ദിവസവും ചെയ്യണോ? ഇത് ചെയ്യാനായി എല്ലാ ദിവസത്തിന്റെയും അവസാനം 5 മിനിറ്റെങ്കിലും ചിലവഴിക്കാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. എല്ലാ ദിവസത്തെയും എൻവിഷനിങ് ചെയ്യണം. എല്ലാ ആഴ്ചയിലെയും എൻവിഷനിങ് ചെയ്യണം. എല്ലാ 3 മാസത്തെയും എൻവിഷനിങ് ചെയ്യണം. എല്ലാ വർഷത്തെയും എൻവിഷനിങ് ചെയ്യണം. വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം. 10 വർഷം കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഈ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച, ഈ പാദം, ഈ വർഷം എനിക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയ ഒരു റിസൾട്ട് എന്തായിരിക്കും? കേട്ടിട്ട് വളരെ സിമ്പിൾ, എന്നാൽ വളരെ പവർഫുള്ളും. ഞാൻ ചിരിച്ചു. അതെ, അടുത്തത് ബെസ്റ്റ് പ്രാക്ടീസ് നമ്പർ 2, റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് സഫലീകരണം അനുഭവപ്പെടുക എന്നതാണ് റിഫ്ലക്ഷന്റെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പുരോഗതിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ദിവസം 5 മിനിറ്റാണ് റിഫ്ലക്ഷന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അതെടുക്കാം. 2 ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഇന്ന് ഞാൻ എൻ്റെ ബിസിനസ്സിൽ അഥവാ വ്യക്തി ജീവിതത്തിൽ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? അതെനിക്ക് എത്തരത്തിലാണ് അനുഭവപ്പെടുന്നത്? ദിവസേനയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ് വിജയമോ പരാജയമോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നത് വഴി നിങ്ങളുടെ വിജയം നിങ്ങളുടെ നാഡീവ്യൂഹത്തിലേക്ക് സംയോജിപ്പിക്കാൻ സഹായിക്കും. അടുത്ത ചോദ്യം ഇതാണ്: നാളെ എനിക്ക് എങ്ങനെയാണ് ഇന്നത്തേക്കാൾ കാര്യക്ഷമമാക്കാൻ പറ്റുന്നത്? ഈ ചോദ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ക്ലയൻസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസ് നമ്പർ 3യിലേക്ക് കടക്കാം. ഞാൻ ശരാശരി 7 മണിക്കൂറാണ് ഒരു ദിവസം ഉറങ്ങുന്നത്. 2 ദശകങ്ങൾക്ക് മുൻപ് എനിക്ക് എല്ലാ ദിവസവും പകൽ കുറച്ചു നേരം ഉറങ്ങാൻ സമയം കിട്ടിയിരുന്നു. ഇന്റർനാഷണലായി വിമാനം പറത്തേണ്ടി വരുന്ന പൈലറ്റുകൾ 21 മിനിറ്റ് നേരം പവർ നാപ്പ് ചെയ്യുന്നതവരെ ഊർജ്ജസ്വലരാക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ അത് നിങ്ങളുടെ ഓർമ്മശക്തി, ധാരണാശക്തി, ക്രിയാത്മകത തുടങ്ങിയവയൊക്കെ കൂട്ടുന്നു. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാന്മാരായ ലിയോനാർഡോ ഡാവിഞ്ചി, തോമസ് എഡിസൺ, ജോൺ എഫ് കെനഡി, റൊണാൾഡ് റീഗൻ, വിൻസെന്റ് ചർച്ചിൽ തുടങ്ങിയവരെല്ലാം പവർ നാപ്പ് എടുത്തിരുന്നവരാണ്. അതുകൊണ്ട് അത് നിനക്കും ചെയ്യാം. അത് കൊള്ളാമല്ലോ. എനിക്ക് ഇപ്പോൾ തന്നെ ഉറങ്ങണം. സോറി അർജുൻ, ഞാൻ കസേരയിലേക്ക് ചാരിക്കിടന്ന് കൂർക്കം വലിക്കുന്നത് പോലെ അനുഭവിച്ചു. എഴുന്നേൽക്കൂ ലിൻഡ. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അർജുൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ ഭാവിച്ചു. എന്ത്? ഓ അതെ, ഞാൻ ചെയ്യാം. ഞാൻ 45 മിനിറ്റ് ഇടവേളകളിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്നല്ലേ അർജുൻ പറഞ്ഞത്? അല്ല, അങ്ങനെ 45 മിനിറ്റ് ഇടവേളകളിൽ മാത്രമേ ജോലി ചെയ്യാവൂ എന്ന നിയമമൊന്നുമില്ല. ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്ലോട്ട് ടൈമായി ജോലി ചെയ്യുകയും 30 മിനിറ്റ് ഇടവേള എടുക്കുകയും ചെയ്യുന്നു. ഫ്ലോട്ട് ടൈം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വരുന്ന തടസ്സങ്ങളെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചു. ആർക്കും എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താനാകില്ല. എൻ്റെ അമ്മ ചിലപ്പോൾ കാര്യങ്ങൾ എങ്ങനെ പോകുന്നെന്ന് അറിയാൻ വിളിക്കുമ്പോൾ ഒഴികെ. നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന എല്ലാവരുമായി കാര്യങ്ങൾ കൃത്യമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ആദ്യം വേണ്ടത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഒരു കോമാളി മുഖത്തോടെ ഞാൻ ചോദിക്കുമായിരുന്നു, അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് വരെ കാത്തിരിക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടേണ്ട ഏറ്റവും അങ്ങേയറ്റത്തെ സമയം പറയുമായിരുന്നു. ഇനി ചിലപ്പോൾ ആളുകൾക്ക് അവർ ചെയ്യേണ്ട ചില ജോലികൾ സ്വന്തം തലയിൽ നിന്ന് ഒഴിവാക്കണമായിരിക്കും. അവരത് നിങ്ങളുടെ തലയിലേക്ക് വെച്ചു തരും. അപ്പോൾ അവരറിയാതെ തന്നെ നിങ്ങളെ അവരുടെ ക്യാപ്ചർ സിസ്റ്റമായി ഉപയോഗിക്കും. അത് നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ
നിങ്ങൾ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുമെന്ന് അവരെ കാണിച്ചു കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാര്യം ആവശ്യപ്പെടുമ്പോൾ ഒരു ചിരിയോടെ നോ പറയാൻ പഠിക്കുക. ആദ്യം കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷെ നിങ്ങൾ ഈ കഴിവ് സ്വയം ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരാളുടെ തോളിലിരിക്കുന്ന കുരങ്ങൻ അവരുടെ തോളിൽ തന്നെ ഇരിക്കട്ടെ. അതിനെ വാങ്ങി നിങ്ങൾ തോളത്ത് വെച്ച് വേതാളത്തെ പോലെ ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ മുൻഗണനകളുടെ കാര്യമോ? ഇതുവരെ മുൻഗണനകളുടെ കാര്യം അർജുൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അത് ഞാൻ ഇന്ന് പറയുന്നില്ല. കുറേയേറെ സംസാരിച്ച് എന്റെ വായ കഴിച്ചു. പിന്നെ നിനക്കും ഒരു ബ്രേക്ക് വേണം. പക്ഷെ ഞാനൊരു കാര്യം പറയാം. സി ക്യൂബ്ഡിൽ മുൻഗണനകൾക്ക് ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രാധാന്യമുള്ള റിസൾട്ട് കിട്ടുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നീ അനാവശ്യമായ കാര്യങ്ങളെ നീക്കിക്കളയുകയാണ്. ഇനി അത്യാവശ്യത്തിന്റെ കാര്യം. ഈ റിസൾട്ടിന്റെ അത്യാവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയാണ്. ഒപ്പം അത് കലണ്ടറിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് എല്ലാ പ്രവൃത്തി ദിവസവും ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇമെയിലും സോഷ്യൽ മീഡിയയും ഇടയ്ക്കിടെ നോക്കുന്നത് ഒഴിവാക്കാൻ എനിക്ക് പ്രയാസമായിരിക്കും. ഇതേ നിയമം തന്നെ അവയുടെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇമെയിൽ നിലവിൽ നിങ്ങളുടെ ഇൻബോക്സിൽ ക്യാപ്ചേർഡ് ആണല്ലോ. ഇനിയുള്ളത് ക്ലാരിഫൈ എന്ന സ്റ്റെപ്പാണ്. ഇതിൽ നിന്ന് പ്രാധാന്യമുള്ള റിസൾട്ട് കിട്ടാനുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നീട് നോക്കാം. അതെ എന്നാണ് ഉത്തരമെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം. ഇത് 3 മിനിറ്റ് കൊണ്ട് ചെയ്യാനാകുമോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യുക. ഇതേ കാര്യം സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലും ഉപയോഗിക്കാം. അതല്ലാതെ അതിനായി സമയം കളയരുത്. ഞാൻ എങ്ങനെയാണത് ചെയ്യുന്നത്? ഞാൻ കൗതുകത്തോടെ ചോദിച്ചു. 3 മിനിറ്റ് കൊണ്ട് ചെയ്യാനാകില്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കുക. ഇത് മറ്റാരെങ്കിലും ഏൽപ്പിക്കാനാകുമോ? അതിന് കഴിയുമെങ്കിൽ അത് അവരെ ഏൽപ്പിച്ച് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ അതിനെ ഇമ്പോർട്ടന്റ് ഫോളോ അപ്പ് എന്ന് അടയാളപ്പെടുത്തുക. അവ വളരെ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ 3 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് ചെയ്യാനാകില്ല. മറ്റാരെയും ഏൽപ്പിക്കാനും ആകില്ല എന്നിരിക്കട്ടെ. അപ്പോൾ അവയെ ഒരു ഫോൾഡറിലേക്ക് മാറ്റുകയോ ഇമ്പോർട്ടന്റ് റിസൾട്ട് എന്ന പേരിൽ അടയാളപ്പെടുത്തുകയോ ചെയ്യാം. ഇത്തരം ഫോൾഡറുകൾ ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത ഇന്റലിജന്റ് ആക്ഷൻ എന്തു വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യണം. ചെയ്തു തീർക്കാത്ത കാര്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ എന്റെ തലയിലുണ്ട്. അവയെ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ ചോദിച്ചു. എന്റെ തലച്ചോർ വെന്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അത് എത്രയും വേഗം നടപ്പാക്കണം. 3 ഫ്ലോ ടൈം ഇതിനായി മാറ്റിവെക്കണം. ഇതിനായി അസാന പോലെയുള്ള ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ 2 കോളം ഇടണം. ഒന്ന് പേഴ്സണൽ, മറ്റൊന്ന് ബിസിനസ്. നിനക്ക് ടെക്നോളജിയെ പേടിയാണെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കാം. ടെക്നോളജിയെ പേടിയോ? എനിക്കോ? എനിക്കത് ഇഷ്ടമാണ്. ഞാനൊരു എഞ്ചിനീയറാണ്. ഞാൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അടുത്ത ഫ്ലോ ടൈമിൽ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഓരോന്നും ക്ലാരിഫൈ ചെയ്യുക. പ്രൊഡക്റ്റീവ് അല്ലാത്ത ആശയങ്ങളെ കളയുകയോ മാറ്റിവെക്കുകയോ ചെയ്യാം. ഒരേപോലെയുള്ളവയെ കളയുക. ഈ ആഴ്ച തന്നെ ഇത് ചെയ്യണം. നിന്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത സമ്മർദ്ദം എടുത്ത് കളയുമ്പോൾ എന്തു തോന്നുമെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. വാവ് അർജുൻ, നിങ്ങൾ എനിക്ക് സുനാമി പോലെ കുറേയേറെ വിവരങ്ങൾ തന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആശയക്കുഴപ്പമുണ്ടായെന്ന് അർജുന് തോന്നിയോ? അർജുന്റെ നോട്ടം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. വളരെ നന്ദി അർജുൻ. നീ നിന്റെ ഹോംവർക്ക് മറക്കരുത്. ഇന്നത്തെ അടുത്ത സെഷന് മുൻപ് നീ നിന്റെ തല ഫ്രീ ആക്കണം. ശരി. എല്ലാം തിരിച്ച് ബാഗിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ തലയാട്ടി. എന്നിട്ട് അർജുന്റെ കൈ പിടിച്ചു കുലുക്കി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഗ്രാമം മുഴുവൻ പ്രകാശിതമാക്കാൻ പറ്റിയ അത്രയും ഊർജവുമായി ഇറങ്ങി. എനിക്ക് അതിയായ ആവേശം തോന്നുന്നു. ഇപ്പോൾ പഠിച്ച എല്ലാ പാഠങ്ങളും എനിക്ക് ഉപയോഗിക്കണം. പക്ഷേ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന റിസ്കിനുള്ള മൂല്യം ഇതിനുണ്ടോ എന്ന് ആ ശബ്ദം എന്നോട് ചോദിക്കുന്നു. ഞാൻ ഇനിയും പരാജയപ്പെട്ടാലോ? എന്നെ സംരക്ഷിക്കാമെന്ന് ചാർലി വാക്കു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയാൾ എപ്പോഴും വലിയ വാഗ്ദാനങ്ങൾ തരികയും എന്നാൽ അത് പാലിക്കുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുകയും ചെയ്യാത്ത ആളാണ്. അതിലെ ആൾക്ക് കുറ്റബോധവുമില്ല. സത്യമായും എനിക്ക് അയാളെ വിശ്വസിക്കാനാകില്ല. പക്ഷെ അപ്പോഴും എന്തിനാണ് അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? പ്രപഞ്ചം ഞങ്ങൾക്കായി എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാകുമോ? കാരണം ഞങ്ങൾ ചെയ്യാൻ പൂർത്തിയാക്കാത്ത ബിസിനസ്സുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ എൻ്റെ പുതിയ അവസ്ഥയിൽ ഞാൻ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടി ശ്രമിക്കാമെന്ന് ഞാൻ എപ്പോഴും തീരുമാനിക്കും. പക്ഷെ അത് ഒരിക്കലും ശരിയാകാറില്ല.
ഇതും ശരിയാകില്ല. പക്ഷെ ഞാൻ എൻ്റെ പുതിയ ലക്ഷ്യത്തെയും സ്വാതന്ത്ര്യത്തെയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചാർലി എനിക്ക് ദൂരേക്ക് പറത്തിവിടാൻ കഴിയും. എനിക്ക് അയാളെ ആവശ്യമില്ല. എൻ്റെ നിയന്ത്രണം പൂർണ്ണമായും എൻ്റെ കയ്യിലാണ്. എന്നിരുന്നാലും എനിക്കിനി എൻ്റെ പുതിയ ലോകത്തേക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പരിചിതമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ, അതായത് ചാർലിയിലേക്ക് തിരിച്ചു പോകാൻ മനസ്സിനൊരു ചാഞ്ചാട്ടം. പ്രത്യേകിച്ച് അയാൾ എന്നെ സംരക്ഷിക്കാനും എനിക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരാനും സന്നദ്ധനായി വരുമ്പോൾ. മാത്രവുമല്ല, അയാൾ ഇപ്പോൾ എന്നെ കൂടുതലായി മനസ്സിലാക്കാനും എന്നോട് ദയ കാണിക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നൊരു തോന്നൽ. അയാളെ വിളിക്കരുത്. അയാളെ വിളിക്കണം. വിളിക്കരുത്. വിളിക്കണം. വിറയാർന്ന കൈവിരൽ കൊണ്ട് ഞാൻ അയാളുടെ നമ്പർ ഡയൽ ചെയ്ത് ബെല്ലടിക്കുന്നതും കേട്ട് കാത്തിരുന്നു. സംരംഭകത്വത്തിന്റെ പ്രത്യേക ഉപകരണമാണ് ഇന്നവേഷൻ. സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള പുതിയ ശക്തിയോടെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പ്രവൃത്തി. പീറ്റർ എഫ് ഡ്രക്കർ.